എന്റെ ലൈഫ് മാമിനറിയാം. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇപ്പൊ ഈ 3 മാസം എനിക്ക് സിൽവർ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ സിൽവറിൽ വന്നേ പിന്നെ എനിക്ക് എന്തൊക്കെയാ മാറ്റങ്ങൾ വന്നെന്ന് എനിക്കറിയാൻ മേല. എന്റെ മക്കള് 2 പേരും ലണ്ടനിലോട്ട് പോയി, കുഞ്ഞുമക്കള് പോകാനിരിക്കുന്നു. പിന്നെ എനിക്കതൊന്നും അല്ല, എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാനിപ്പോ ഭയങ്കര ഉറക്കാണ്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ എനിക്ക് സങ്കടമില്ല. എത്ര വർഷമായിരുന്നു എത്രയോ വർഷങ്ങൾ, എനിക്കത് പറയാൻ പാടില്ല. 13 വർഷമായി ഹസ്ബൻഡ് പോയിട്ട്. അപ്പൊ 13 വർഷമായിട്ട് നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ലല്ലോ. ഞാൻ അന്ന് തുടങ്ങി തന്നെത്താനെ സ്ട്രഗിൾ ചെയ്ത് മക്കളെ വളർത്തി പഠിപ്പിച്ച് 2 പേരും ലണ്ടനിലെത്തി ഫാമിലി ആയിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തുടരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ വന്നേ പിന്നെ എന്റെ കരഞ്ഞ് ജീവിച്ചതല്ലേ. അത്രയും നാള് കരഞ്ഞത് തന്നെയല്ല. ഞാനൊരു രോഗി, എനിക്ക് പറയാൻ പാടില്ലല്ലോ. നമുക്ക് ആർത്രൈറ്റിസ് രോഗത്തിന്റെ അടിമയായിരുന്നു. 2007 തുടങ്ങി വടിയെ കുത്തിപ്പിടിച്ച് ഞാൻ വടി കുത്തി നടന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ ഒന്നും പറയത്തില്ല. പക്ഷെ എനിക്കിപ്പം പറയാം, ഞാൻ വളരെ ഹാപ്പിയാണ്. ഡാൻസ് കളിക്കണോ, തുള്ളണോ, ചാടണോ, ഹെൽത്ത് ബ്ലെസ്സിങ്സ് എല്ലാം അറിയാം. എന്റെ മാമ എനിക്കിപ്പോ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ്ങും ഇല്ല, യാതൊന്നുമില്ല. ഞാൻ വളരെ, എനിക്ക് 67 കിലോ ആയിരുന്നു ഞാൻ ഇതിനകത്ത് ജൂൺ മാസത്തിൽ വരുമ്പം. ഇപ്പൊ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് XXL ആണ് ഞാൻ ഇട്ടോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ അന്ന് മാമ എന്റെ ഒരു വാക്കുകൂടെ പറഞ്ഞത് എന്റെ മനസ്സിൽ, XL ആകാൻ നമ്മൾ ശ്രമിക്കൂ. ഞാനിന്ന് XL കടന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മേടിച്ച ചുരിദാർ XL. എന്റെ മാമ 63 വയസ്സുണ്ട്. എന്നോട് ചോദിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്. എന്റെ പിള്ളേര് ചോദിക്കും ഇത് എന്താണ് പരിപാടി ഇവിടെ, ഡാൻസ്. അമ്മ കടന്ന് തുള്ളുന്ന കാണുന്നുണ്ടോ നിങ്ങളെന്നാ ചോദിക്കുന്നത്. ചോദിക്കണ വേറെ ലെവലാ പിള്ളേര് പറയണത്. ദേവും നന്ദും പറയണത് ഞങ്ങള് പോലും ഇത്രക്കില്ല. അമ്മമ്മയ്ക്ക് നേരത്തെ 2ാം നിലയിലോട്ട് കയറാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ ഞാൻ പോകുന്ന പൂക്കിറ്റ് പോലെ പോണത്. എനിക്ക് ഒരു പ്രശ്നമില്ല. അതുപോലെ എന്റെ കാലിന്റെ ഞരമ്പ് വലിച്ചില്, എനിക്ക് അതായിരുന്നല്ലോ എന്റെ രോഗം. എനിക്ക് ഇരിക്കത്തില്ല. എന്റെ ഹിപ്പിനൊക്കെ ഭയങ്കര വേദനയായി. നമ്മുടെ ട്രീറ്റ്മെന്റ് 11 വർഷക്കാലം. ഞാനിപ്പോ ആശുപത്രിയിലും പോകുന്നില്ല, മരുന്നും ഇല്ല, ഒന്നുമില്ല. ഡോക്ടറോട് പോയി അവര് വിളിച്ചാലും എടുക്കത്തുമില്ല. കാരണം ഇപ്പൊ നമുക്ക് ഡാൻസ് കളിക്കണം, തുള്ളണം, ചാടണം. പകുതി എനിക്കറിയാം. പക്ഷെ ഇതിനകത്ത് പകുതി വന്നതാണ്. എന്റെ മാമ എനിക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി പ്രോബ്ലംസ് ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ അതങ്ങ് വിട്ടുകളഞ്ഞു. അപ്പൊ ഇന്ന് എന്നോട് ചോദിക്കുക, എന്റെ മകൻ എന്നോട് ചോദിച്ചു, അമ്മച്ചി ഇവിടെ എങ്ങാണ്ട് എറണാകുളത്ത് എങ്ങാണ്ട് മാമ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അമ്മ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ ആരും ഇല്ലടാ. അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ഇവിടുന്ന് നാളെ ആക്കി അമ്മ പോവും. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു എത്രയായി എമൗണ്ട്. ഞാൻ പറഞ്ഞ 5000 ഉള്ളോ, അമ്മയ്ക്ക് പോണോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്കാണെങ്കിൽ മാമിന്റെ കൂടെ എവിടെയും. അപ്പൊ ഞാൻ പറയാം എന്റെ ദീപു എനിക്ക് എവിടെയെങ്കിലും മാമിന്റെ കൂടെ ഒരു യാത്ര പോണം. പറയാ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്യാൻ. എന്നിട്ട് വൈദ്യന്മാരും വയസ്സുകളും ഒക്കെ എന്നോട് പറയണ എന്നോട് പറയും 60 വയസ്സിന് മേലുള്ളവരുടെ ഒരു തീർത്ഥയാത്ര നടത്തുക, പോവും. ശരിക്കും മക്കളെ സന്തോഷിക്കുകയല്ലേ അമ്മയുടെ ഹാപ്പിനെസ് കണ്ടിട്ട്. അയ്യോ ശരി ശരിക്കും. സെപ്റ്റംബർ 8-ാം തീയതി എറണാകുളത്ത് പ്രോഗ്രാം കേട്ടോ. പറ്റുമെങ്കിൽ വരിക കേട്ടോ. സെപ്റ്റംബർ 8 പറ്റുവാണെങ്കിൽ ഞാൻ വരും കേട്ടോ മാം. തീർച്ചയായിട്ടും ഞാൻ വരും. എന്നോട് നമ്മൾ നോക്കണ്ട, വിഷ്വലൈസ് ചെയ്യൂട്ടോ.